ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഹലോ, എന്താ ഇവിടെ ആകെ പ്രശ്നമായി ഏട്ടത്തി. ഏട്ടത്തി എപ്പോഴാ തിരിച്ചു വരുന്നത്? അവിടെ എന്താ അത്രയ്ക്ക് വലിയ പ്രശ്നം? എനിക്ക് നാളെ വരാൻ പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വരാൻ മാത്രം അവിടെ എന്തുണ്ടായേ? നന്ദേട്ടൻ അവന്തികേച്ചയെ അടിച്ചു ശരിയാക്കി. ഞാൻ പറയാം ചേച്ചി, പ്രശ്നം വേറൊന്നുമല്ല. നന്ദേട്ടനും സന്ധ്യ ഡോക്ടറും തമ്മിലുള്ള ബന്ധം തന്നെയാ പ്രശ്നം. അവന്തികേട്ടത്തി ഡോക്ടറുടെ വീട്ടിൽ പോയി അവരെ തല്ലി. പകരം നന്ദേട്ടൻ ഇവിടെ വന്ന് അവന്തികേട്ടത്തി തല്ലി. പിന്നെ അച്ഛനുമായിട്ട് സംസാരമായി. അയ്യോ, ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം നെല്ലിശ്ശേരിയിൽ നടന്നിട്ടില്ല. ചേച്ചി വന്നാലേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂ. എനിക്കിപ്പോ എങ്ങനെ വരാൻ പറ്റുന്നേ? നാളെ രാവിലെ അല്ലേ ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂജയും വഴിപാടും ഒക്കെ? അതെയോ? അത് കഴിഞ്ഞല്ലേ എനിക്ക് വരാൻ പറ്റൂ. ഞാൻ പറയാം ഏട്ടത്തി, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഏട്ടത്തി പോയ കാര്യം തീർത്തിട്ട് വന്നാ മതി. അവന്റെ അടുത്ത് എന്തിനാ സന്ധ്യ ഡോക്ടർ തല്ലിയത്? സന്ധ്യ ഡോക്ടറും നന്ദേട്ടനും കൂടി എവിടെയോ പോകുന്നത് കണ്ടെന്നോ, അതിനിടയിൽ വഴിയിലിറങ്ങി ഡോക്ടർ ഛർദിക്കുന്നത് ആരോ കണ്ടെന്നോ ഒക്കെ പറയുന്ന കേട്ടു. എന്തായാലും അത് കണ്ടവരാരായാലും 10 ഇരട്ടിയായിട്ട് കാര്യം അവന്തികേച്ചയെ അറിയിച്ചിട്ടുണ്ട്. സന്ധ്യ ഡോക്ടർ ഗർഭിണിയാണെന്ന് പറഞ്ഞ് അവിടെ പോയി തല്ലിയെന്നാ പറയുന്നത്. ആ സമയത്ത് ഏട്ടത്തി അവരെ കണ്ടായിരുന്നോ? അവന്തികേച്ചി സംസാരത്തിനിടയിൽ ഏട്ടത്തെയും കുറ്റം പറയുന്നുണ്ടായിരുന്നു. എന്നെ എന്തിനാ കുറ്റം പറയുന്നത്? അതിന് ഞാൻ എന്താ ചെയ്ത? ഞാനും സച്ചേനും കൂടി വീട്ടിലേക്ക് പോകുമ്പോ വഴിയിൽ വെച്ച് അവരെ കണ്ടു. അപ്പോ സന്ധ്യ ഡോക്ടർ വഴിയരികിൽ നിന്ന് ഛർദിക്കായിരുന്നു. ആഹാരം കഴിച്ച എന്തോ വയറ്റിൽ പിടിച്ചില്ലെന്നൊക്കെ പറഞ്ഞത്. അതിന് അവര് പ്രഗ്നന്റ് ആണെന്ന് ആരാ പറഞ്ഞേ? അവന്തികേച്ചിയെ വിളിച്ചു പറഞ്ഞവരായിരിക്കും. ഏഷ്യന് കയറ്റിക്കൊടുക്കാൻ ആളുകൾ ക്യൂ നിൽക്കുകയല്ലേ. ഇപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നാ നാളത്തെ പൂജയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല, അത് മുടങ്ങും. അതുകൊണ്ട് നാളത്തെ പൂജ കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് എത്തിക്കോളാം. അതുവരെ അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ആരും അനാവശ്യമായിട്ടൊരു വാക്ക് പോലും സംസാരിക്കരുത്, കേട്ടോ? ഞങ്ങളാരും ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല. ഏട്ടത്തി തന്നെ വന്ന് സംസാരിച്ചാ മതി. വെക്കട്ടെ ഏട്ടത്തി? ശരി. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പൊ തന്നെ എന്നെ വിളിച്ചറിയിക്കണേ. ശരി ഏട്ടത്തി. സ്വാമിജി ഒന്ന് വിളിച്ചാലോ? ഇതുപോലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ആയുധം സ്വാമിജി തന്നെയാണ്.